അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, ഒരുപാട് കുട്ടികളുടെ അഭ്യർത്ഥന മാനിച്ച് അതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ, അതുപോലെ ഒരുപാട് കുട്ടികളുടെ മെസ്സേജുകൾ നമുക്ക് വരുന്നത് അടിസ്ഥാനത്തിൽ ഞങ്ങൾ അൽക്കാസിമിയ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ഞങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ഇരുന്ന് ഒരു ഹെൽപ്പ് ഡെസ്ക് എന്ന നിലക്ക് ഒരു ചാനൽ, അൽഹംദുലില്ലാ, അതിൻ്റെ ആദ്യത്തെ വീഡിയോ എന്ന നിലക്ക് ഞങ്ങളൊരു ചെറിയൊരു വീഡിയോ ചെയ്യാനാണ്. അതിൽ എന്തൊക്കെ വേണ്ടത്, ആർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, സ്കോളർഷിപ്പിൻ്റെ വിവരങ്ങൾ, എന്താണ് യഥാർത്ഥത്തിലുള്ള സ്കോളർഷിപ്പുകൾ, ഇവിടെ ഫുള്ള് ഫ്രീ ആണോ, നമ്മൾ എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തേണ്ടതുണ്ടോ, അതോ ഇവിടെ കഴിഞ്ഞിട്ട് ജോലിയാക്കി കൊടുക്കുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ, അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതുപോലെ വിശദ വിവരങ്ങളുമായിട്ടൊരു വീഡിയോ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അള്ളാഹ് അതിനു വേണ്ടിയിട്ടൊരു ചാനൽ എന്ന നിലക്കാണ് ഞങ്ങളിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പം നമ്മളൊന്ന് യൂണിവേഴ്സിറ്റി ഒന്ന് പരിചയപ്പെടുത്തി തരാം. യൂണിവേഴ്സിറ്റി നമ്മുടെ UAE ഷാർജയിലാണുള്ളത്. ഷാർജ ഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ, അള്ളാഹുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇനി ആർക്കെങ്കിലും നാട്ടിൽ നിന്ന് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ മുവൈലയിലാണ്, ഷാർജ മുവൈല യൂണിവേഴ്സിറ്റി സിറ്റിയിൽ. ഇനി നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ +2 കഴിഞ്ഞ് ഡിഗ്രിക്കാണ് വിദ്യാർത്ഥികൾ അപേക്ഷിക്കേണ്ടത്. +2 സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് അപേക്ഷിച്ചാലാണ് നമ്മുടെ ഇന്റർവ്യൂക്ക് എന്ത് ചെയ്യുക, ജാമ്യ മെയിൽ അയക്കുകയുള്ളൂ. ഇനി നിലവിൽ ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുള്ളത് 5 ഡിഗ്രികളാണുള്ളത്. ഇസ്ലാമികപരമായിട്ടുള്ള 2 ഡിഗ്രികളും, അഥവാ ശരിയന്റെ സയൻസ് ഓഫ് ശരിയയും സയൻസിന്റെ ഖുർആനുമാണുള്ളത്, ഇസ്ലാമികപരമായിട്ടുള്ള 2 ഡിഗ്രികൾ. പിന്നെ ഒരു അറബിക് ലാംഗ്വേജിനായിട്ടുള്ള ആദാബ് പറഞ്ഞിട്ടുള്ള ഒരു ഡിഗ്രിയാണുള്ളത്. പിന്നെ 2 ഇഖ്തിസാദ് അഥവാ എക്കണോമിക്സിന്റെയും ഇത്തിസാൽ കമ്മ്യൂണിക്കേഷന്റെയുമായിട്ടുള്ള 2 ഡിഗ്രികളുമാണുള്ളത്. ഇതിപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ പോലെ 5 ബാച്ചിലർ ഡിഗ്രീസ് ആണ് ഇവിടെ ഉള്ളത്. ബോയ്സിന് ബോയ്സിൻ്റെതായ പ്രത്യേക ബിൽഡിങ്ങുകളും ഗേൾസിൻ്റെതായ പ്രത്യേക ഹോസ്റ്റല് ബിൽഡിങ് വേറെ തന്നെയുണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ 5 ഡിഗ്രികളിലും മേജറായിട്ട് 8 കിസ്മുകൾ, അതായത് 8 വിഭാഗം മേജറായിട്ട് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് ഇതിന് ശേഷമുള്ള വീഡിയോകളിൽ പറയുന്നതാണ്. പിന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള സംശയമാണ് ഈ എത്ര ശതമാനം മാർക്ക് വേണം, 80% മാർക്ക് വേണോ, അതുപോലെ ഇയർ ക്യാപ്പ്, വയസ്സ് 20 വയസ്സ്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ എന്തുണ്ട് നമ്മുടെ കുട്ടികൾക്കുണ്ട്. നമ്മൾക്ക് ഇവിടെ വന്നതിന് ശേഷം അറിയാൻ കഴിഞ്ഞത് ഇയർ ക്യാപ്പ് ഉള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ ഫസ്റ്റ് ട്രൈ തന്നെ കിട്ടണം എന്നില്ല. ഒരുപാട് കുട്ടികൾ ഫസ്റ്റ് ട്രൈ കഴിഞ്ഞാൽ പിന്നെ എന്താക്കുന്നില്ല, അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് എന്താക്കാൻ കഴിയുന്നുണ്ട്, സെക്കൻഡ് ട്രയൽ ചാൻസിൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇയർ ക്യാപ്പ് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. അതുപോലെ അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അഥവാ ഇവിടുത്തെ ഇന്റർവ്യൂവിന്റെ അനുസരിച്ചിട്ടായിരിക്കും എടുക്കുക. അഥവാ ഇന്റർവ്യൂവിൽ നിങ്ങൾ ഉഷാറായിട്ട് മികച്ചാൽ അതിന്റെ ഇന്റർവ്യൂ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് ഭക്ഷണം, അഥവാ അക്കോമഡേഷനും സ്കോളർഷിപ്പും ഒക്കെ ഉണ്ട്. അക്കോമഡേഷന് ഫ്രീ ആണ്, യാതൊരു ചെലവും ഇല്ല. അതാണ് മെയിനായിട്ടും നമ്മളെ ജാമ്യന്റെ ഒരു പ്രത്യേകത തന്നെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചെയ്യുക, എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. ഇനി അടുത്തൊരു കുട്ടികൾക്കുള്ള ഒരു സംശയമാണ് എന്ത്, ഇന്റർവ്യൂ അറബിയിലായിരിക്കോ അതോ ഇന്റർവ്യൂ ഇംഗ്ലീഷിലായിരിക്കോ? നമ്മൾ കൊടുക്കുന്ന ഡിഗ്രിക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും ഇംഗ്ലീഷ് ഉണ്ടാവും. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിലുണ്ടാവും, അറബിയിലാണെങ്കിൽ അറബിയിലും ഉണ്ടാവും. ഇനി അഥവാ അറബി ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ലാംഗ്വേജ് സെന്ററിന് 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്ക് ലാംഗ്വേജ് സെന്റർ, അതായത് അറബിയിൽ മർക്കസുൽ ലുഗാത്ത് എന്ന് പറഞ്ഞ വേറെ തന്നെ ഒരു വർഷത്തെ കോഴ്സ് പോലെ തന്നെ ഉണ്ട്. അതിൽ പാസ്സായാലാണ് നമുക്ക് ഡിഗ്രിയിൽ ജോയിൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഇന്നാണ് നമ്മളെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് എല്ലാവരും ചോദിക്കണം, നമ്മൾ സ്കോളർഷിപ്പ്. അപ്പോൾ സ്കോളർഷിപ്പിനെ കുറിച്ചിട്ട് എന്താ വെച്ചാൽ, സ്കോളർഷിപ്പ് മെയിനായിട്ട് ഇതാണുള്ളത് 1500 ദിറംസ് ആണ് കുല്യ വിദ്യാർത്ഥികൾക്ക്, അഥവാ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക്. പക്ഷെ അപ്പോൾ ഭാഷ അറിയാത്തവർക്കായിട്ട് ഒരു പ്രത്യേകത ഉണ്ട്, അഥവാ ലാംഗ്വേജ് സെന്റർ പറഞ്ഞിട്ട്. അത് ഭാഷ അറിയാത്തവർക്ക് നേരിട്ടുള്ള പ്രവേശനം അതിലേക്കാണ് ഉണ്ടാവുക. അറബി ഭാഷ അറിയുന്നവർക്ക് മാത്രമാണ് നേരിട്ട് ഡിഗ്രിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുക. അപ്പം ഇനി ഓരോ വീഡിയോസിൽ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ കുറിച്ചിട്ട് ഓരോന്നും എന്തൊക്കെ പേപ്പറുകളാണ് ജാമ്യ ചോദിക്കുന്നത്, എത്ര മാർക്ക് വേണം, എങ്ങനെയായിരിക്കും അതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ വിവരങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതേപോലെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത് എല്ലാവരും ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഓരോ കുട്ടികൾക്ക് അനുസരിച്ച് അതെന്താണ് മെയിൽ വരിക, അതിനനുസരിച്ച് കിട്ടുക, അത് അറ്റസ്റ്റേഷൻ ചെയ്തിട്ട് അയച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് പല റീസൺസുകൾ ഉണ്ടാവും അവർ ഡിക്ലൈൻ ചെയ്യാണ്. ചിലപ്പോൾ എന്താവില്ല, നമ്മുടെ +2 സർട്ടിഫിക്കറ്റ് വാലിഡ് ആവാത്ത പ്രശ്നങ്ങൾ ഇവിടെ വന്നതിന് ശേഷം പല കുട്ടികൾക്ക് വരുന്നുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങൾ, ചിലപ്പോൾ മെയിൽ നോക്കാത്ത പ്രശ്നങ്ങളൊക്കെ എന്താ വരുന്നുണ്ട്, കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് കിട്ടും, പക്ഷെ അവരെന്താവില്ല മെയിൽ ശ്രദ്ധിക്കൂല. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അറ്റസ്റ്റേഷൻ
വരുന്ന ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ അത് നെവർ മൈൻഡ് ആക്കി വിടരുത്. അതൊരിക്കലും ചെയ്യരുത്. നമുക്ക് ആയിട്ട് മെയിൽ ചെയ്യാൻ കഴിയും. ഇപ്പം ഞാനൊക്കെ വന്ന ടൈമിൽ എനിക്ക് ജൂലൈ 12 എനിക്ക് കിട്ടി എന്നുള്ളൊരു മെയിൽ വന്നു. അതിനുശേഷം ജൂലൈ 20 മുമ്പ് അറ്റസ്റ്റേഷൻ ചെയ്തിട്ട് ഈ ഒരു ടൈമിൽ ഇവർക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു. ആ സമയത്ത് കൊറോണന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് നമുക്കത് കഴിയില്ല. കാരണം നമുക്ക് എങ്ങനെ അറ്റസ്റ്റേഷൻ ചെയ്യണം എന്നറിയില്ല, ഏത് വഴിയിലൂടെ ചെയ്യണം എന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ അതൊക്കെ അന്വേഷിച്ച് ഇവിടെ എത്തുന്നത് ആഗസ്റ്റ് 10 ഞാൻ എന്താക്കുന്നത്, എൻ്റെ ഡോക്യുമെന്റ്സ് ഇങ്ങോട്ട് അയക്കുന്നത്. പക്ഷെ ഞാൻ ഇവർക്ക് മെയിൽ ചെയ്തു, ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഇവിടെ ഒരു ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ എന്താവണം, എനിക്ക് കുറച്ച് സമയം അനുവദിച്ചൊരു അവർ എന്താ ചെയ്തു, ആഗസ്റ്റ് 15 വരെയുള്ള ടൈം നമുക്ക് അനുവദിച്ചു തന്നു. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായി, അഥവാ ഇന്റർവ്യൂ വന്നതിന് ശേഷം കിട്ടിയില്ല, അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, ആയിട്ട് അതിൽ മെയിൽ ചെയ്യുക. നിങ്ങളുടെ ഇന്ന കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളത് അവർക്ക് മെയിൽ ചെയ്യുക. അപ്പോൾ അതിന് അവരെന്ത് ചെയ്യും, റിപ്ലൈ ചെയ്യും. പരമാവധി ഇവർ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊന്നും ഒരു കുട്ടികൾക്കും എന്താകുന്നില്ല, അവർക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം അല്ലേ. നമ്മുടെ ചാനലിൽ, നമ്മുടെ യൂട്യൂബ് ചാനൽ, നമുക്ക് വാട്സപ്പ് ചാനൽ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും, ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണം, അതുപോലെ എന്തൊക്കെ അതിൽ കൊടുക്കേണ്ടത്, ഈ IELTS വിഷയങ്ങളൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉള്ളതാണ്. അതൊക്കെ എങ്ങനെയൊക്കെയാണ്, അതിൻ്റെയൊക്കെ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ എന്താക്കുന്നുണ്ട്, ഓരോ കോഴ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആർക്കെങ്കിലും +2 കഴിഞ്ഞ പിള്ളേരുണ്ടെങ്കിൽ, നമ്മൾ ചെക്കന്മാരുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്തോളിയും. പിന്നെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ എന്ത് ചെയ്തോളിയും, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒപ്പം കൂടിക്കോളിയും.